പോലീസുകാരൻ ഒരു ജനപ്രതിനിധിയെ ലോകസഭയിലേക്ക് ലക്ഷക്കണക്കിന് വോട്ടിന് വിജയിച്ച ഒരു MP-യെ പരസ്യമായി അടിക്കുകയാണ്. തലക്കാണ് അടിക്കുന്നത്. ആദ്യത്തെ അടി തലക്ക് കൊണ്ടു, രണ്ടാമത്തെ അടി തല നീക്കിയപ്പോൾ മൂക്കിന് കൊണ്ടു. തലക്ക് 8 സ്റ്റിച്ചുണ്ട്, മൂക്കിന് എല്ല് പൊട്ടി. കേരളത്തിലെ ഒരു ജനപ്രതിനിധിയുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്താ? അതിനുശേഷം ഈ അക്രമങ്ങളും അരാജകത്വവും സൃഷ്ടിച്ച ആളുകളെ വെറുതെ വിട്ട് UDSF-ന്റെ കുട്ടികളുടെയും യുവാക്കളുടെയും പേരിൽ കള്ളക്കേസെടുത്ത് അവരെ ദ്രോഹിക്കുകയാണ്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലുള്ള കോളേജുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായ പരാജയം SFI നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറ SFIയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ തെളിവ് വന്നുകൊണ്ടിരിക്കുന്നതിൽ രോഷം പൂണ്ട കമ്മ്യൂണിസ്റ്റുകാരും ഭരണ സ്വാധീനം ഉപയോഗപ്പെടുത്തി, ആഭ്യന്തര വകുപ്പിനെ ഉപയോഗപ്പെടുത്തി, പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അക്രമം അഴിച്ചുവിടുകയാണ്. പേരാമ്പ്രയിലാണ് അതിൻ്റെ ഉദാഹരണം നമ്മൾ കണ്ടത്. CKG കോളേജിൽ MSF-ന്റെ നേതൃത്വത്തിലുള്ള മുന്നണി വലിയ വിജയം നേടി. MSF-കാരനാണ് ചെയർമാനായി വിജയിച്ചത്. അതിൻ്റെ വിജയാഹ്ലാദ ഘോഷയാത്രയെ SFIയുടെ പേരിൽ CPM-കാർ പ്രകടനം നടത്തി ആക്രമിക്കാൻ വന്നു. സ്വാഭാവികമായും പോലീസ് അവിടെ എത്തി. അത്തരമൊരു സാഹചര്യം, സംഘർഷഭരിതമായൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ സമാധാനം ആഹ്വാനം ചെയ്യാനും സമ്മേളനം പാലിക്കാനും ആഹ്വാനം ചെയ്ത് ബഹുമാനപ്പെട്ട MP അവിടെ എത്തിച്ചേർന്നു. യാതൊരു പ്രകോപനവും ഉണ്ടായിട്ടില്ല. പോലീസുകാരൻ ഒരു ജനപ്രതിനിധിയെ ലോകസഭയിലേക്ക് ലക്ഷക്കണക്കിന് വോട്ടിന് വിജയിച്ച ഒരു MP-യെ പരസ്യമായി അടിക്കുകയാണ്. തലക്കാണ് അടിക്കുന്നത്. ആദ്യത്തെ അടി തലക്ക് കൊണ്ടു, രണ്ടാമത്തെ അടി തല നീക്കിയപ്പോൾ മൂക്കിന് കൊണ്ടു. തലക്ക് 8 സ്റ്റിച്ചുണ്ട്, മൂക്കിന് എല്ല് പൊട്ടി. കേരളത്തിലെ ഒരു ജനപ്രതിനിധിയുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്താ? അതിനുശേഷം ഈ അക്രമങ്ങളും അരാജകത്വവും സൃഷ്ടിച്ച ആളുകളെ വെറുതെ വിട്ട് UDSF-ന്റെ കുട്ടികളുടെയും യുവാക്കളുടെയും പേരിൽ കള്ളക്കേസെടുത്ത് അവരെ ദ്രോഹിക്കുകയാണ്. എല്ലാ ദിവസവും വീടുകളിൽ കയറി റെയ്ഡാണ്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ, കോൺഗ്രസുകാരന്റെ പ്രവർത്തകരെയൊക്കെ കുറെ പേരെ പിടിച്ച് ജയിലിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും വീടുകളിൽ രാത്രികാലങ്ങളിൽ പോലീസിന്റെ അക്രമങ്ങൾ സഹിക്കാൻ പറ്റാത്തതാണ്. ഇപ്പോഴും റെയ്ഡ്. ഒറ്റ ദിവസവും രാത്രി UDF-ന്റെ പ്രവർത്തകർക്ക് വീടുകളിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്കറിയാം, ഇപ്പോ 2 FIR ഇടേണ്ടി വന്നു പോലീസിന്. പോലീസിന്റെ ആദ്യത്തെ FIR പിന്നെ പേരാമ്പ്ര സംഭവം സംബന്ധിച്ച് DYSP-യുടെ കയ്യിലുണ്ടായിരുന്ന ഗ്രനേഡ് ബഹളത്തിനിടയിൽ അതിന്റെ പിന്നൂരി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് താഴെ വീട് പൊട്ടി അദ്ദേഹത്തിന്റെ കാലിന് പരിക്കേറ്റു. 10-ാം തീയതിയിലെ FIR ആണ്. അത് കഴിഞ്ഞിട്ട് അപ്പോ അക്രമം ഉണ്ടാക്കിയത് ആരാണെന്നും കുഴപ്പമുണ്ടാക്കിയത് ആരാണെന്നും ഉറപ്പാണ്. എന്നിട്ട് അത് മറച്ചുവെക്കാൻ MP-ക്ക് പരിക്ക് പറ്റിയതും അടിച്ചതൊക്കെ ന്യായീകരിക്കാൻ 3 ദിവസം കഴിഞ്ഞ് മറ്റൊരു FIR ഇടാണ്. അതിൽ പറയുന്നത് UDSF-ന്റെ കുട്ടികൾ ഗ്രനേഡ് എറിഞ്ഞു. അപ്പോ ഇത്തരം 2 FIR മാറ്റി എഴുതാൻ പോലും, കൃത്രിമം കാണിക്കാൻ പോലും തയ്യാറാകുന്ന ആഭ്യന്തര വകുപ്പ്.